അടുത്തത് ഏതൊരു എടാ ഷോട്ട് ക്യാൻഡ് അടിച്ച് ഫ്രീ സ്പിന്നില് എന്റെ മോനെ. ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗെയിമിൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വെർഷൻ 5.5.0 അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗെയിമിനകത്ത് എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങളോ അങ്ങനെ എന്തെങ്കിലും പുതിയ പ്ലേയേഴ്സോ കാര്യങ്ങളോ ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ ഗെയിമിനകത്ത് കയറിയിട്ടില്ല. ഓൾറെഡി മിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും, ലൈവിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഏതൊക്കെ പ്ലേയേഴ്സാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ കണ്ടിട്ടുണ്ടാവും. എങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് പുതിയ അപ്ഡേറ്റ് കഴിഞ്ഞ ശേഷം എങ്ങനെയാണ് ഗെയിമും കാര്യങ്ങളും അതിനകത്തുള്ള വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ സ്മാർട്ട് അസിസ്റ്റിന്റെ ഫിൽറ്ററൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതൊക്കെ എന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ പുതിയ പാക്കും കാര്യങ്ങളും പിന്നെ വേറെ പുതിയ ഇവൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം ഫസ്റ്റ് ടൈമാണ് കയറുന്നത്. സോ നമുക്ക് കയറി നോക്കാം ഗൈസ്. ഇപ്പോൾ ഫൈനലി സ്മാർട്ട് അസിസ്റ്റന്റ് ഫിൽറ്റർ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിപ്പോൾ എങ്ങനെയാണ് യൂസിങ് എന്ന് വെച്ചാൽ ഞാനിത് പറഞ്ഞുതരാം, വീഡിയോയിൽ തന്നെ എന്തായാലും പറയുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കമൻട്രി ഡൗൺലോഡ്, അതെന്തായാലും വേണ്ട, ക്യാൻസൽ ചെയ്യാം, നമുക്കത് പിന്നെ ഡൗൺലോഡ് കൊടുക്കാം. ഓക്കെ, സ്റ്റേഡിയം, പുതിയ സ്റ്റേഡിയത്തിൻ്റെ അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അതിപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഏതൊക്കെയോ പ്ലെയേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ സ്പെഷ്യൽ പാക്കിനകത്ത് ഫ്രീ സ്പിന്ന് തന്നിട്ടുണ്ട്. പുതിയതായിട്ട് വന്ന പാക്കിൻ്റെ എല്ലാ ഫ്രീ സ്പിന്നും ഉണ്ട്. എന്തായാലും നമുക്ക് വഴി അത് നോക്കാം. എന്തൊക്കെയോ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് ലീഗ് 2025-2026 സീസൺ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പാക്ക് വന്നിട്ടുണ്ട്. അതിനകത്ത് ഡെക്ലാൻ റൈസ്, ഹാലൻഡ്, പിന്നെ ഹ്യൂഗോ എക്കിറ്റിക്ക് അങ്ങനെ എന്താ ഒരു പേര് എനിക്ക് വായിൽ വരുന്നില്ല. ഈ 3 പ്ലേയേഴ്സാണ് ഇന്നത്തെ മെയിൻ്റനൻസ് അപ്ഡേറ്റ് കഴിഞ്ഞ ശേഷം നമ്മുടെ ഗെയിമിൽ വന്നിട്ടുള്ള പാക്ക്. ഒരു ബിഗ് ടൈം 2 ഷോർട്ട് ടൈം കാർഡുമാണ്. അപ്പോൾ ഇവർക്ക് വന്നിട്ടുള്ള സ്കില്ലെന്ന് വെച്ചാൽ റൈസിന് ഫിനോമിനൽ പാസ്, ലോങ് റീച്ച് ടാക്കിള്, പിന്നെ ഹാലൻഡിന് ബുള്ളറ്റ് ഹെഡറും വിൽ പവറും, പിന്നെ ഹ്യൂഗോന് ഫിനോമിനൽ ഫിനിഷിങ്ങും മൊമെന്റം ഡ്രിബിളിങ്ങുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അടുത്തത് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് ഈ ഒരു പാക്കാണെന്ന് തോന്നുന്നു. ഗെയിമിനകത്ത് ഇപ്പോൾ വന്നതിൽ കുറച്ച് നല്ല പാക്കെന്ന് തോന്നുന്നു. ഇന്നത്തെ ഈ അപ്ഡേറ്റ് കഴിഞ്ഞ ശേഷം ഈ ഒരു പാക്കായിരിക്കും മെയിനായിട്ട് അവർ കൊണ്ടുവന്നത്. അടുത്ത് നോക്കുകയാണെങ്കിൽ കോൺട്രാക്റ്റിനകത്ത് കയറുമ്പോൾ സ്പെഷ്യൽ പാക്സിനകത്ത് വേറെ പാക്ക് എന്ന് പറയുന്നത് സൂപ്പർ ലീഗ് മന്ത്ലി MVPs. അപ്പോൾ ഇങ്ങനൊരു പാക്കുണ്ട്. കാൻഡയുടെ കാർഡൊക്കെ ഇതിനകത്തുണ്ട്. എങ്കോളോ കാൻഡെ, ഇത് 100 പ്ലെയർ പാക്കാണ്. അതുപോലെ തന്നെ വേറൊരു പാക്ക് വന്നിട്ടുണ്ട്, ജെ ലീഗ് 100 years വേർഷൻ ലീഗ് മന്ത്. അങ്ങനെ ഒരു പാക്ക് കൂടെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ പിന്നെ പ്ലെയർ ഓഫ് ദി വീക്ക് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ പ്ലെയർ ഓഫ് ദി വീക്ക് ഇതൊക്കെയാണ്: ബെർണാഡോ സിൽവ, ഒർലി, റോബർട്ട് ലെവൻഡോസ്കി, പിന്നെ പാട്രിക് ഡൊർഗു, ഇസ ഡിയോപ്പ്, ഡേവിഡ് സോറിയ, ഡാനി കാർവാൽ. ഇതൊക്കെയാണ് ഗൈസ് ഇന്നത്തെ പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ തായ്ലാൻഡിൻ്റെ ഒരു പാക്കുണ്ട്, തായ്ലാൻഡ് നാഷണൽ പാക്ക്, നാഷണൽ ടീം സെലക്ഷൻ. തായ്ലാൻഡിൻ്റെ ഒരു പാക്കുണ്ട്, അത് 100 കോയിനാണ്, 11 പ്ലേയേഴ്സ് ഉണ്ട് അതിനകത്ത്. ഇതെന്തായാലും ആരും നോക്കൂല. അതുപോലെ മലേഷ്യ എന്ന് പറഞ്ഞിട്ടൊരു പാക്ക് കൂടെ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ഗൈസ് ഇന്നത്തെ അപ്ഡേറ്റിന് ശേഷം വന്നിട്ടുള്ളത് പ്ലേയേഴ്സ് എന്ന് പറയണം. മാനേജർ ലിസ്റ്റ് നോക്കുമ്പോൾ പുതിയ മാനേജറൊന്നും അവർ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. എന്തായാലും അടുത്ത അപ്ഡേറ്റ് കഴിയുമ്പോഴായിരിക്കും അതൊക്കെ വരാൻ പോകുന്നത്. അടുത്ത അപ്ഡേറ്റ് ജൂൺ 4-ാം തീയതി അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അടുത്ത മെയിൻ അപ്ഡേറ്റ്, മേജർ അപ്ഡേറ്റ് 4-ാം തീയതി എന്തോ ആണ്, ജൂൺ 4.
അതിലായിരിക്കും അപ്പോൾ വേൾഡ് കപ്പിന്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്തായാലും അവർ കണക്റ്റിൽ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. വേൾഡ് കപ്പിന്റെ പാക്കും കാര്യങ്ങളൊക്കെ എന്തായാലും 4-ാം തീയതി അടുത്ത ആഴ്ചത്തുള്ള അപ്ഡേറ്റ് കഴിഞ്ഞിട്ടായിരിക്കും അതൊക്കെ വരാൻ പോകുന്നത്. പിന്നെ വേറെ നോക്കുകയാണെങ്കിൽ ഷോപ്പിനകത്ത് നമുക്ക് ഇവിടെ പുതിയ പ്ലേയേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡാർവിൻ ന്യൂനസ്, അതുപോലെ ഡേവിഡ് അലാബ, അങ്ങനെ ഇവരെയൊക്കെ 150 രൂപയും 50 രൂപയൊക്കെ കൊടുത്ത് നമ്മൾ മേടിക്കണം. മുമ്പ് നമ്മൾ മാനേജറൊക്കെ എടുത്ത പോലെ ഇത് എടുക്കാം, അങ്ങനെ എടുക്കാനുള്ളതാണ്. പിന്നെ ഈ ഫുട്ബോൾ പോയിന്റ്സ് വെച്ചിട്ട് ഇതൊക്കെ ഓൾറെഡി മുമ്പ് ഉണ്ടായിരുന്നാണെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് മെയിനായിട്ട് വന്ന പ്ലേയേഴ്സ് പാക്ക് നോക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവൻസിനകത്ത് നോക്കാം. ഇവൻസിനകത്ത് നോക്കുമ്പോൾ മാസ്റ്റർ ലീഗ് സ്പ്രിന്റ് എന്ന് പറഞ്ഞിട്ട് ഇത് മറ്റേ മാസ്റ്റർ ലീഗിന്റെ പുതിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഒരു പ്ലെയർ ഫ്രീ ആയിട്ടല്ല കളിച്ച് എടുക്കണം. കളിച്ചെടുക്കുമ്പോൾ ഒരു പ്ലെയറിന് നമുക്ക് കിട്ടും. മുമ്പ് വേറെ ഏതൊരു പ്ലെയർ ആയിരുന്നില്ലേ, ഇപ്പോൾ പുതിയൊരു പ്ലെയർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവർ. നമ്മൾ കളിച്ച് എന്തായാലും എടുക്കണം. മിനാൻഡ എന്ന് പറഞ്ഞിട്ടൊരു പ്ലെയർ ആണ്. അത് ഈ ഫുട്ബോളിനകത്തുള്ള ഒരു പ്ലെയർ ആണ് അവർ കൊണ്ടുവന്നത് ഈ പ്രാവശ്യം. 10 ലക്ഷത്തിനകത്ത് ആവണം മാസ്റ്റർ ലീഗ്. പിന്നെ ഇവന്റ് നോക്കുകയാണെങ്കിൽ പുതിയ ഇവന്റ് യൂറോപ്യൻ ക്ലബ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇവന്റ് വന്നിട്ടുണ്ട്. അതുപോലെ പി വി പിയില് ചലഞ്ച് ഇവന്റ് അൺലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു ഇവന്റ് ഉണ്ട്. അതിനകത്ത് 50 കോയിൻ ഉണ്ട്. ഇപ്പോൾ എന്തായാലും ഫ്രീ ആയിട്ട് കോയിന് എടുക്കുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് കളക്ട് ചെയ്യാൻ നോക്കാം. പിന്നെ നമുക്ക് ഡിവിഷൻ 1 ആവുമ്പോൾ പുതിയൊരു പ്ലെയർ വന്നിട്ടുണ്ട്. ഡിവിഷൻ 1 നീക്കോ. അപ്പോൾ ഡിവിഷൻ 1 അടുത്ത ഡിവിഷൻ 1 10 ലക്ഷത്തിനകത്ത് ആവുമ്പോൾ കിട്ടാൻ പോകുന്ന പ്ലെയർ ആണിത്. ജർമ്മനി പ്ലെയർ ആണ്. എന്തായാലും ഗൈസ് കഴിഞ്ഞ ഡിവിഷൻ 1 അടിച്ചവരൊക്കെ പ്ലെയറെ കിട്ടിയവരൊക്കെ ഒന്ന് കമന്റ് ചെയ്തോ. പിന്നെ ഇതിനകത്ത് വേറെ മെയിനായിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും ജൂൺ 4 അടുത്ത ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും വലിയ സംഭവം കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ പിന്നെ വേറെ എന്ന് വെച്ചാൽ നമ്മളെ മറ്റേ ഡ്രോഗ്ബാൾ ആ ഒരു ഫ്രീ സ്പിന്നും കാര്യങ്ങൾ അതിൻ്റെ ഇത് ലാസ്റ്റത്തെ ഇത് കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ കളിച്ച് കളക്ട് ചെയ്യാനുള്ളവരൊക്കെ ഒന്ന് കളക്ട് ചെയ്തു. പിന്നെ നമുക്ക് എന്തായാലും ഫ്രീ സ്പിന്നുണ്ട്. ഫ്രീ സ്പിന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, എല്ലാ പാക്കിൻ്റെയും ഫ്രീ സ്പിന്ന് കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ലീഗ് വിക്ടറി ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ടൊരു പ്ലെയർ ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. ആഴ്സണലിൻ്റെ ഒരു പ്ലെയർ ട്രൊസാഡ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മെയിൻ അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളത്. പിന്നെ എന്തായാലും നമുക്ക് ഫ്രീ സ്പിന്നുണ്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ റൈസിൻ്റെ ബാക്കിലെ ഫ്രീ സ്പിന്ന്. ഓക്കെ, ഫ്രീ സ്പിന്നിൽ എന്തായാലും നമുക്ക് പ്ലെയർ ഒന്നും കിട്ടാൻ പോകുന്നില്ല. കിട്ടിയവരൊക്കെ എന്തായാലും ഒന്ന് കമന്റ് ചെയ്തു. അടുത്തത് ഏതൊരു ഷോട്ട് ക്യാൻഡ് അടിച്ച് ഫ്രീ സ്പിന്നില് എന്റെ മോനെ ഷോർട്ട് ടൈം അടിച്ചടാ മുത്തേ. ക്യാൻഡയുടെ കാർഡ് നൈസ് കാർഡാണ് കേട്ടാ. ബോക്സ് ടു ബോക്സ് DMF. എന്തായാലും നമുക്ക് ഇതിന്റെ റിവ്യൂ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഡിഫൻസീവില്. എന്തായാലും ഫ്രീ സ്പിന്നില് നമുക്ക് പ്ലെയർ അടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോ. ഒക്കെ ഉണ്ട് കേട്ടാ. അപ്പോൾ ഇനി ജെ ലീഗിൽ ഫ്രീ സ്പിന്നൂടെ ഉണ്ട്, അതുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഫ്രീ സ്പിന്നിൽ നമുക്കൊരു ഷോർട്ട് ടൈം കാർഡ് അടിച്ചിട്ടുണ്ട്. ഗൈസ് ഇതൊക്കെയാണ് ഇന്നത്തെ മെയിൻ അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളത്. എന്തായാലും ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ആയിരിക്കും മേജർ അപ്ഡേറ്റ് വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത അപ്ഡേറ്റിന് ശേഷമുള്ളത് എന്തായാലും
പുതിയ പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ എന്തായാലും വരുമായിരിക്കും. പിന്നെ അതുപോലെ നമുക്ക് തിങ്കളാഴ്ച വരുന്ന ഒരു പ്ലെയർ പാക്ക് കൂടെ ഉണ്ട്, അതെന്തായാലും ഞാൻ ഇവിടെ കൊടുക്കാം. ഇതൊക്കെയാണ് ഗൈസ് അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ സ്മാർട്ട് അസിസ്റ്റ് ഫിൽറ്റർ വന്നിട്ടുണ്ട്. സ്മാർട്ട് അസിസ്റ്റ് ഫിൽറ്റർ ആണ് ഇത്. നോക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ഓൺ ചെയ്ത് കളിക്കുന്ന സമയത്ത് ഓൺ ചെയ്ത് കളിക്കുന്ന പ്ലേയേഴ്സ് അങ്ങനെ വരും, ഓഫ് ചെയ്ത് കളിക്കുന്ന സമയത്ത് ഓഫ് ചെയ്ത് കളിക്കുന്ന പ്ലേയേഴ്സ് മാത്രമായിട്ട് വരും. ഇത് നൈസായിട്ടുള്ളൊരു സംഭവമാണ്. അതാകുമ്പോൾ കുഴപ്പമില്ല, രണ്ടുപേർക്ക് അങ്ങനെ കളിക്കാമല്ലോ. മറ്റേ സ്മാർട്ട് അസിസ്റ്റ് എടുത്ത് കളഞ്ഞ നീ മൊത്തത്തിൽ സ്മാർട്ട് ഇട്ട് കളിക്കുന്നവർക്ക് തന്നെ വലിയ ഒരു ഇതായി പോകും. അപ്പോൾ അവർക്ക് തന്നെ ഗെയിം മടുക്കും. അങ്ങനെ കളിച്ച് പഠിച്ചതിന് ശേഷം പിന്നെ സ്മാർട്ട് ഓഫ് ചെയ്ത് കളിക്കുമ്പോൾ അങ്ങനെ കളിക്കാൻ തോന്നില്ല, ആ ഒരു ഇത് ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഈ ഒരു ഇത് നല്ലതാണ്. ഓൺ ചെയ്ത് കളിക്കുന്നവർക്ക് ഓണായിട്ടുള്ള പ്ലേയേഴ്സ് വരും, സ്മാർട്ടുള്ള പ്ലേയേഴ്സ് വരും, അല്ലാത്തവർക്ക് നോർമൽ പ്ലേയേഴ്സ് വരും. അപ്പോൾ ഫൈനലി സ്മാർട്ട് അസിസ്റ്റ് ഫിൽറ്റർ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് പറയാനായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്തോ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും